ഇതുപോലൊരു കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കൂന്തൾ മതി. അതിലോട്ട് നമുക്ക് ഒരു പൊട്ടറ്റോ, ഈ ഒരു കറിയിലോട്ട് കുറച്ചധികം ചെറിയുള്ളി ആവശ്യമുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച്, തക്കാളി, പച്ചമുളക്, കുറച്ചധികം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് നേരെ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ കുറുകിയ ഒരു കറിയാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഈ സമയം ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഈ സമയം അരപ്പുണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് ഒരു 3 ചെറിയുള്ളി, ഒരു 3 വെളുത്തുള്ളി, കുറച്ച് പെരിഞ്ചീരകം, ഒരു ചെറിയൊരു കഷ്ണം പട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചീനച്ചട്ടിയിൽ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുക്കുക. ഇതുപോലെ നല്ലൊരു കളറിലായി വരുമ്പോൾ നമുക്കത് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കൂന്തളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അരപ്പ് കൂടി ചേർത്ത് വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക, കുറുക്കിയെടുക്കുക. കറി നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു താളിപ്പ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് ചെറിയുള്ളി അതുപോലെ ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ സംഭവം സെറ്റായി. ഡിന്നർ ആവട്ടെ, ലഞ്ച് ആവട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ, ഈ ഒരു കറി മതി കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ.